പ്രൊമോഷന്റെ സമയത്ത് ഇന്ന് ഞങ്ങൾ കുറെ കോളേജസ് പോയപ്പോ പല ആളുകളും ഉണ്ണി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കണ്ടു. ഷോർട്ട് ഫിലിം ചെയ്തു, ഷോർട്ട് ഫിലിം, ആ ഷോർട്ട് ഫിലിം, ഈ ഷോർട്ട് ഫിലിം. ഞാനൊരു കാര്യം വാക്ക് തരാം, 9-ാം തീയതിക്ക് ശേഷം ഉണ്ണിക്ക് ഒരു ഷോർട്ട് ഫിലിമിന്റെ അഡ്രസ് ആവശ്യം ഉണ്ടായില്ല. ഉണ്ണിലാലു എന്ന് പറഞ്ഞ ആക്ടറിന്റെ രേഖാചിത്രത്തിന്റെ പേരിലായിരിക്കും ഇനി എല്ലാവരും അറിയപ്പെടാൻ പോകുന്നത്, എല്ലാവരും അറിയുന്നത്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. സത്യം പറഞ്ഞ ഞാൻ സീരിയസ്ലി ഭയങ്കര ഡൈഹാർഡ് ഫാനാണ്. സത്യമായിട്ടും സത്യം പറഞ്ഞ ഓൾമോസ്റ്റ് എന്റെ കുറെ കൂട്ടുകാരിവിടെ ഉണ്ട്. ഞാൻ മീഡിയയിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്, എല്ലാവരും എനിക്ക് അറിയാം. സോ ഞാൻ അറിയാലോ കുറെ സ്ട്രഗിൾ ചെയ്തിട്ടാണ് സിനിമയിൽ ചാൻസിന് വേണ്ടി കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ സിനിമയിൽ എത്തിയത്. സോ ആ സമയത്ത് എനിക്ക് ഭയങ്കര ഇൻസ്പയർ ആയത് ആസിക്കായിരുന്നു. ആസിക്കാൻ ഒരുപാട് പടത്തിൽ ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടുണ്ട്. അതായത് ഐ തിങ്ക് സെവൻസ് എന്നൊരു പടമുണ്ട് കോഴിക്കോട് ഷൂട്ട് ചെയ്തത്. ആ സമയത്താണ് ഞാൻ ആസിക്കാനെ മീൻസ് ഇപ്പൊ ഞാനാണെങ്കിൽ എനിക്ക് ബാക്ക്ഗ്രൗണ്ട്സും പരിപാടി ഒന്നും ഇല്ലാതെ വന്നതുകൊണ്ട് ആ സമയത്ത് ഞാൻ അങ്ങനെ കണ്ട ഒരാളെ ആസിക്കുന്നു. എൻ്റെ ഒരു ഇൻസ്പിറേഷൻ എല്ലാവരും ഓൾമോസ്റ്റ് നമ്മളെല്ലാ സിനിമക്കാരും ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ ഒരാൾ വരുമ്പം അവരാണ് നമ്മൾ ഇൻസ്പിറേഷൻ ആയിട്ട് കാണുന്നത്. അപ്പൊ ഞാൻ ആ സമയത്ത് ആസിക്കാനെ പോലെ ആവണം, ഒരു അങ്ങനെ മുമ്പോട്ട് പോകണം എന്ന് വിചാരിച്ച ഒരാളായിരുന്നു. അങ്ങനെയാണ് ആദ്യമായിട്ട് ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പോകുന്ന സമയത്ത് ആസിക്ക അവിടെ കോഴിക്കോട് വന്നപ്പോൾ ഞാൻ തപ്പി പിടിച്ച് ഞാൻ അവിടെ വന്നു, ഫോട്ടോ എടുത്തു ഞാൻ ആ സമയത്തൊക്കെ അടുത്തു. ദെൻ ഞാൻ പിന്നെ ഞാൻ കുറെ ട്രൈ ചെയ്തു. പിന്നെ ആസിക്ക ഞാൻ കാണുന്നത് അമർക്കൽ എന്തോണിയുടെ ആ സമയത്താണ്. ആ സമയത്ത് ആസിക്ക കാലില് പൊട്ടിക്കിടക്കുന്ന സീനില്ലേ, ആ സീനിൽ സൈഡിൽ അറ്റൻഡർ അടിക്കാൻ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. സോ അതുപോലെ ഞാൻ ഭയങ്കര ഫാനാണ്. ആക്ച്വലി നമ്മൾ സംസാരിച്ചില്ല, ഒരു വട്ടം സംസാരിച്ചുള്ളൂ. എനിക്കൊന്നും പറയണമെന്നുണ്ട് ഇനി. ഐ റിയലി ലവ് യു, താങ്ക് യു സോ മച്ച്. ഞാൻ കുറച്ച് ശിവറായി. അപ്പൊ സിനിമ എല്ലാവരും കാണണം. 9-ാം തീയതി ഇറങ്ങുന്നത്, 9-ാം തീയതി ഇറങ്ങുന്നത്. അത്രേ ഉള്ളൂ. ജോഫി കുറെ വർഷമായിട്ട് എൻ്റെ കൂട്ടുകാരനാണ്. അപ്പം ജോഫി ഈ ഒരു ക്യാരക്ടറിന് ചെയ്യുന്നതിൽ താങ്ക് യു സോ മച്ച്. എനിക്കായിട്ട് കുറെ സ്ട്രഗിൾ ചെയ്തിട്ട് ക്യാരക്ടർ, കാരണം ഞാൻ വേറെ സിനിമ എനിക്ക് കിട്ടിയായിരുന്നു. അപ്പൊ അതിങ്ങനെ ക്ലാഷ് വന്നപ്പോൾ ജോഫി ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് എനിക്ക് തന്നത്. താങ്ക് യു കൂട്ടാ, താങ്ക് യു സോ മച്ച്. സ്വപ്നം കാണുന്നവന്റെ ആണ് എന്ന് സിനിമ. അപ്പം ഉണ്ണിക്ക് വേണമെങ്കിൽ ഉണ്ണിയുടെ ഒരു റോൾ മോഡൽ എന്ന് പറഞ്ഞാൽ എന്നും വെക്കാവുന്ന ഒരാളാണ് ആസിഫ് അലി. അതല്ല ഞാൻ പറഞ്ഞു, ഉറപ്പായിട്ടും ഞാൻ തുടങ്ങിയത് സമയത്ത് ഞാൻ ആകെ കണ്ട അല്ലെങ്കിൽ ഒന്നുമില്ലായ്മ എന്ന് വരിക എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാലോ. അങ്ങനെ വരുന്ന ആക്ടേഴ്സ് ഒരുപാടുണ്ട്. അപ്പം ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഒരാൾ വരുന്നത് ഇങ്ങനെ സ്റ്റാർ ആവുന്നു അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്ന ഒരു സംഭവം കാണുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള മെയിൻ ആസിക്കിന് ഇഷ്ടമില്ലാത്ത കാര്യം ഉണ്ടാകുന്ന ഉറപ്പല്ലേ വേണ്ട. ഉണ്ണി, എന്നാലും എക്സാക്ട്ലി വാട്ട് ഈസ് യുവർ ഫീലിംഗ്? ആ ഒരു എന്താ പറയാ സൈഡ് റോൾ എന്ന ജൂനിയർ ആർട്ടിസ്റ്റിന് ഇപ്പതാ ഈ ഒരു വേദിയിൽ അദ്ദേഹത്തിന്റെ ഒപ്പം ഇരുന്ന് നല്ലൊരു വേഷം ചെയ്തിട്ട് അദ്ദേഹത്തിൽ നിന്ന് തന്നെ ഒരു കോംപ്ലിമെന്റ് വാങ്ങിയിരിക്കുകയാണ്. ഉണ്ണി ലാലിന് ആദ്യം ഒരു കൈയടി കൊടുക്കാം, എന്നിട്ട് ഉണ്ണി ലാലിന്റെ ഉത്തരം നമുക്ക് കേൾക്കാം. എന്താ പറഞ്ഞേ? എനിക്കറിയാം Cloud9 ഫീലിംഗ് ആണെന്ന്. പക്ഷെ എന്നാലും ഇപ്പൊ അദ്ദേഹത്തിന്റെ ഒപ്പം ഈ ഒരു സ്റ്റേജ് ഷെയർ ചെയ്യുമ്പോൾ ആ ജൂനിയർ ആർട്ടിസ്റ്റ് എന്നുള്ള ഒരു ഗ്രോത്ത് ആണ് നമ്മൾ ആലോചിച്ചത്. ഒരുപാട് പേർക്ക് നിങ്ങളൊരു മോട്ടിവേഷൻ ആവാം. സോ സേ സംതിങ് പ്ലീസ്. സത്യം പറഞ്ഞ ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ അവിടെ നിന്ന് ഇരിക്കുന്നോ, ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നോ, ആസിക്കനെ ഇങ്ങനെ സംസാരിക്കാൻ പറ്റുമോ ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. ദിസ് ഈസ് സീരിയസ്ലി എനിക്കറിയാം ഞാൻ ഇങ്ങനെ സംസാരിക്കും. പൊതുവേ ഞാൻ ഇങ്ങനെ സംസാരിക്കാൻ വളരെ പൊതുവായി. എന്റെ മീനാക്ഷിക്ക് അറിയില്ല. ഐ തിങ്ക് ഞാനിപ്പോ വേറൊരു ഫീലിലാണ് ഇപ്പൊ ഇരിക്കണത്. എനിക്ക് ഭയങ്കര സന്തോഷം. ആസിക്ക ഓരോ സമയത്ത് എന്നോട് ഞാൻ അങ്ങനെ വിചാരിക്കും, അന്ന് ഫസ്റ്റ് കണ്ട് സംസാരിച്ചല്ലോ നമ്മള്, അപ്പൊ തന്നെ ഞാൻ അയ്യന്റെ അമ്മേ അങ്ങനെയായിരുന്നു. ഇപ്പൊ എനിക്ക് ഭയങ്കര പ്രൗഡ് തോന്നുന്നു, ഭയങ്കര സന്തോഷം തോന്നുന്നു. താങ്ക്സ് ടു ഗോഡ്. പിന്നെ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും താങ്ക് യു സോ മച്ച് ഉണ്ണി. ആൻഡ് ബാമ, എന്താണ് പറയാനുള്ളത്? യെസ്, അപ്പം എന്തായാലും ഫാൻഗേൾ മൊമെന്റ് ഒന്നും പറയരുത് കേട്ടോ, സിനിമയെ പറ്റി തന്നെ പറയണത്. അപ്പൊ സിനിമയെ പറ്റി തന്നെ ചോദിക്കാം. January 9th രേഖാചിത്രം is hitting theaters. What are your thoughts? ആദ്യം എല്ലാവർക്കും ഒരു ഹായ് പറയാം. ഹലോ, എല്ലാവർക്കും എന്റെ നമസ്കാരം. എനിക്ക് ഇത്രയും സംസാരിച്ച ഒട്ടും പരിചയമില്ല. 4 പേര് കൂടി എനിക്ക് നല്ല ടെൻഷൻ വരും. അപ്പൊ ഞാൻ അധികം ഇനി വിട്ടിട്ട് ആലോചിച്ചിട്ടിരിക്കുന്നത് എന്താ പറയേണ്ടതെന്നുള്ളത്. January 9 രേഖാചിത്രം റിലീസ് ആവാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പം ഇതിൽ എന്റെ ക്യാരക്ടർ ഞാൻ ആസിഫിന്റെ പേരായിട്ടാണ് ചെയ്തേക്കുന്നത്. ഒരു ജേർണലിസ്റ്റ് ആയിട്ടാണ് ഞാൻ ഇതിനകത്ത് ക്യാരക്ടർ പ്ലേ ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ള ഡീറ്റെയിൽസ് പറഞ്ഞാൽ സിനിമയുടെ കഥ മൊത്തം പറഞ്ഞു. ജോഫിന് അപ്പുറത്തുനിന്ന് സൈഡ് നോക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ സിനിമ കാണാൻ സപ്പോർട്ട് ചെയ്യും. ഒബ്വിയസ്ലി നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. താങ്ക് യു.
നെക്സ്റ്റ് ലെറ്റ്സ് മൂവ് ഓൺ. ഓക്കെ ഇക്ക, അപ്പം എന്തായാലും നമ്മൾ ഇവിടുത്തെ ഇവന്റ് വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ചെറിയൊരു എക്സ്ക്ലൂസീവ് ന്യൂസ് ഞാൻ ഒന്ന് പൊട്ടിച്ചോട്ടെ ഇക്ക. യെസ്, ചാക്കോച്ചനായിട്ട് ഇനി അടുത്തത് എന്താണ് പരിപാടി? പ്ലീസ്, ഈ ന്യൂസ് ഇവളിത് എങ്ങനെ അറിഞ്ഞു എന്നായിരിക്കും ഇക്ക ഇപ്പോ ആലോചിക്കുന്നത്. ആ ഒരു സൂപ്പർ ഡയറക്ടറുടെ പേര് എന്താണ് സംഭവം എന്ന് നമ്മളല്ലേ അത് ആദ്യം അറിയേണ്ടത്. ആസിഫ് അലിയുടെ ഒരു ഫാൻസ് അസോസിയേഷൻ എന്ന രീതിയിൽ അല്ലേ ഗൈസ്? അപ്പൊ ഒരു ബിഗ് ന്യൂസ് ഇക്ക ഇവിടെ പറയണ്ടേ? പ്ലീസ്. ചാക്കോച്ചനായിട്ടൊരു സിനിമ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് പക്ഷെ അതിന്റെ ഒരു ഒഫീഷ്യൽ അനൗൺസ്മെന്റ് വരുന്നത് തന്നെയാണ് അതിന്റെ ഒരു രസം. അല്ല, അത് ചാക്കോച്ചന്റെ കൂടെ പെർമിഷൻ ഇല്ലാതെ ഞാനത് പറയുന്നത് ഒരു മര്യാദ ആയിരിക്കില്ല. അതിന്റെ സംവിധായകൻ അതിന്റെ ഫൈനൽ എല്ലാ ഡേറ്റ്സ് എല്ലാം സോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉടനെ സംഭവിക്കും. ഒരു വലിയ സിനിമയാണ്. ഒത്തിരി എക്സൈറ്റ്മെന്റ്. ഞാൻ കുറെ നാള് ഒരു സമയത്ത് ചാക്കോച്ചന്റെ കൂടെ തന്നെയായിരുന്നു എന്റെ യാത്ര. ഈ സെവൻസ് ചെയ്യുന്ന സമയത്തും ട്രാഫിക് ചെയ്യുന്ന സമയത്തും ഒക്കെ ഉണ്ണി പറഞ്ഞ ഫീൽഡില് ഞാനായിരുന്നു ഉണ്ടായിരുന്നത്. ചാക്കോച്ചന്റെ ഇടക്കിടക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഭയങ്കര ഡിയറസ്റ്റ് ആയിട്ടുള്ള ഒരു കോസ്റ്ററാണ്. അപ്പൊ ചാക്കോച്ചന്റെ കൂടെ ഒരു വലിയ ഗ്യാപ്പ് വന്ന് ഇപ്പൊ ഇനി അത് സംഭവിക്കാൻ പോവാണ്. ഉടനെ ആ സിനിമ ഷൂട്ടിംഗ് ആരംഭിക്കും. പ്രോബ്ലി ഈ വർഷത്തെ സെക്കൻഡ് ഹാഫിലായിരിക്കും അത്. അതിന്റെ ഡീറ്റെയിൽസ് അതിന്റെ സംവിധായകനല്ലേ ചാക്കോച്ചൻ പറയണം. അതാണ് അതിന്റെ ഒരു ശരി. യെസ്. For this reason ഇക്കയെ നമ്മൾക്ക് ഇക്കയോടുള്ള ഒരു ഇഷ്ടം കൂടി വരികയാണ്. എന്തായാലും ആ ഡയറക്ടറുടെ പേര് ഒരു സീക്രട്ട് ആയിട്ട് അവിടെ കിടക്കട്ടെ. ലെറ്റ്സ് ഓൾ വെയിറ്റ് ഫോർ ദി അപ്ഡേറ്റ്സ്.